2025 ബോക്സ് ഓഫീസുകൾ നിറഞ്ഞ വർഷമായിരുന്നു. എത്ര 50, 100, 200 കോടി ക്ലബ്ബുകൾ. അങ്ങനെ സിനിമ ഈ വർഷത്തെ ഫൈനൽ ലാപ്പിൽ നിൽക്കുമ്പോൾ ഈ ഡിസംബറിൽ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന സിനിമകളൊന്ന് നോക്കാം. നിയോ നോയർ ക്രൈം ത്രില്ലറായ കളങ്കാവൽ. ഇങ്ങനെയുള്ള പരീക്ഷണാത്മക ചിത്രങ്ങൾ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. നവാഗത സംവിധായകൻ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ഈ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇരുണ്ട പശ്ചാത്തലവും തീവ്രമായ കഥാപാത്ര ബന്ധങ്ങളും ഇതിൻ്റെ തിരക്കഥയുടെ ഹൈലൈറ്റ് ആവാനാണ് സാധ്യത. ഏത് കഥാപാത്രത്തെയും തൻ്റെ ശരീരഭാഷ കൊണ്ടും കണ്ണുകളിലെ ഭാവം കൊണ്ടും അവിസ്മരണീയമാക്കുന്ന മമ്മൂട്ടിയുടെ പ്രകടനം കാണാനാണ് ഇനി കാത്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ തിരിച്ചുവരവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സർവമായ. സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫാന്റസി, കോമഡി, ഹൊറർ എന്നീ ജോണറുകളിൽ പെട്ടതാണ്. വ്യത്യസ്തമായ ജോണറുകൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതുമയാണ് പ്രധാന ആകർഷണവും. നായകനായ നിവിൻ പോളിയുടെ കോമഡി ടൈമിങ്ങും ഒപ്പം അജു വർഗീസിനെ പോലുള്ള നടന്മാരുടെ സാന്നിധ്യം ഈ ചിത്രത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. മോഹൻലാലിൻ്റെ അതിഥിവേഷം, ഒരു നോൺസെൻസിക്കൽ കഥ, പ്രതീക്ഷിക്കുന്ന ദിലീപിൻ്റെ തിരിച്ചുവരവ് തുടങ്ങിയ കാര്യങ്ങൾ ബബ്ബബ ആരാധകരെ ആവേശത്തിലാക്കുന്നു. ഇതേസമയം തമിഴകത്തും തിയേറ്ററുകൾ ഇളക്കിമറിക്കാൻ വൻ ചിത്രങ്ങൾ റെഡിയാണ്. കാർത്തി 26 എന്ന് വിളിച്ചിരുന്ന 2023 അനൗൺസ് ചെയ്ത വാവാത്യാറും റിലീസിനൊരുങ്ങുകയാണ്. മെയ് 7 ശേഷം കാർത്തി നായകനാവുന്ന ചിത്രം കൂടിയാണിത്. ഒരേ സമയം നൊസ്റ്റാൾജിയും ആക്ഷനും കോമഡിയും ചേർന്ന ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കും ഈ ചിത്രം എന്നാണ് റിപ്പോർട്ടുകൾ. വാവാത്യാറിലെ നായിക കൃതി ഷെട്ടി തന്നെയാണ് ലവ് ഇൻഷുറൻസ് കമ്പനിയിലെ നായിക. വിഘ്നേഷ് ശിവൻ, പ്രദീപ് രംഗനാഥൻ കോംബോയിൽ വരുന്ന റൊമാൻറ്റിക് കോമഡി സിനിമ എന്നത് തന്നെയാണ് പ്രധാന ആകർഷണവും. ചിത്രത്തിലെ പ്രതിനായക വേഷം ചെയ്യുന്നത് SJ സൂര്യ ആയതുകൊണ്ട് നല്ലതുപോലെ ചിരിക്കാനുണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം. പണ്ട് ആൻമരിയ കലിപ്പിലാണ്, ദൈവത്തിരുമകൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ബാലതാരമായിരുന്ന സാറ രൺവീർ സിംഗിൻ്റെ നായികയെ എത്തുന്ന ദുരന്തർ. ഒരു പക്ക ആക്ഷൻ ത്രില്ലർ ചിത്രമാകും ഇതെന്നാണ് ട്രെയിലർ ഉൾപ്പെടെ തരുന്ന സൂചന. പിന്നെ അക്ഷയ് ഖന്നയും R മാധവൻ തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം ലോകം കാത്തിരിക്കുന്ന 2 ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററുകളും വരുന്നുണ്ട്. സാക്ഷാൽ ജെയിംസ് ക്യാമറൂൺ എന്ന വിസ്മയ സംവിധായകൻ ആദ്യ 2 ഭാഗങ്ങളും ലോകമെമ്പാടും ഉണ്ടാക്കിയ വിഷ്വൽ മാജിക് തന്നെയാണ് മൂന്നാം ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെയും ഏറ്റവും വലിയ ആകർഷണം. ഡെഫിനറ്റ്ലി തിയേറ്റർ മസ്റ്റ് വാച്ച് സിനിമ തന്നെയാവും ഇത്. 1997 കൾട്ട് ക്ലാസിക് സിനിമയുടെ ഈ പുനരാവിഷ്കരണം ഒരു മെറ്റാ കോമഡി ചിത്രമായാണ് എത്തുന്നത്. അതായത് സ്വയം കളിയാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ തരം കോമഡി ത്രില്ലറായിരിക്കും അനാക്കൊണ്ട. ഹോളിവുഡിലെ കോമഡി ഇതിഹാസങ്ങളായ പോൾ റൂഡ്, ജാക്ക് ബ്ലാക്ക് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. ഇവരുടെ സ്ക്രീനിലെ കെമിസ്ട്രിയും ഭീമാകരനായ അനാക്കൊണ്ടയുമായുള്ള ഏറ്റുമുട്ടലുകളും തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തും. അപ്പോൾ ആക്ഷൻ, ഫാമിലി, ഡ്രാമ, റൊമാൻസ്, ഹൊറർ, സയൻസ് ഫിക്ഷൻ എല്ലാ വിഭാഗത്തിലുമുള്ള സിനിമകൾ ഈ ഡിസംബറിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ലിസ്റ്റിൽ ഏത് സിനിമയാണ് ഒന്നാമത്?